നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കുറച്ചു കാലം പിറകോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് ഓർക്കാൻ സാധിക്കും. വർക്കലയിൽ ഒരു അപകടമുണ്ടാകുന്നു, ട്രെയിൻ അപകടം. അല്ലെങ്കിൽ വർക്കലയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഒരാൾ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത വിഷയമാണെങ്കിലും ഇന്ന് കാലക്രമേണ ആ പെൺകുട്ടിയെ പലരും മറന്നു. ജനങ്ങൾ മറക്കുന്നതിനോടൊപ്പം സർക്കാരും മറന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നമ്പർ 1 ആരോഗ്യ മേഖലയുള്ള കേരളമാണ്, പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കേരളമാണ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇന്ന് ആ പെൺകുട്ടി ചികിത്സ പോലും കൃത്യമായി കിട്ടാതെ വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോൾ, വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, വേണ്ടുന്ന ചികിത്സകൾ ഇനി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ വരുന്നത് പതിവാണ്. ശ്രീകുട്ടിയുടെ കാര്യത്തിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ ചികിത്സകളാണോ ഇനി ശ്രീകുട്ടിക്ക് ആവശ്യം, അതിനു വേണ്ടുന്ന സാമ്പത്തിക സഹായം അതൊക്കെ സർക്കാർ നൽകാമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ചികിത്സയ്ക്ക് വേണ്ടുന്ന യാതൊരു സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വെളിപ്പെടുത്തലാണ് പുറത്തേക്ക് വരുന്നത്. വർക്കല ട്രെയിൻ ആക്രമണത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം പാലോട് സ്വദേശിനി ശ്രീകുട്ടിയുടെ തുടർ ചികിത്സയ്ക്ക് സർക്കാർ യാതൊരു സഹായവും നൽകിയിട്ടില്ല എന്നുള്ള പരാതി ഇപ്പോൾ ഉയരുകയാണ്. നിലവിൽ മഞ്ചേരി സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ശ്രീകുട്ടി എന്നുള്ളതാണ് വിവരം. സ്വബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ആരെയെങ്കിലും കാണാൻ വരികയോ ആരെങ്കിലും തന്റെ വിവരങ്ങൾ അന്വേഷിച്ചു വരികയോ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വളരെ വേദനയോടെ ശ്രീകുട്ടി പ്രതികരിക്കുന്നു. നിലവിലെ ചികിത്സയ്ക്ക് സർക്കാരിന്റെ സഹായമില്ലാതെ മുന്നോട്ടു പോകാനാകില്ല എന്നാണ് ശ്രീകുട്ടിയും വ്യക്തമാക്കുന്നത്. 2025 നവംബർ ആദ്യവാരം കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴാണ് ലഹരിക്കടിമയായിട്ടുള്ള സഹയാത്രികൻ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ആക്രമിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ ശ്രീകുട്ടിയുടെ നില അതീവ ഗുരുതരമായിരുന്നു എന്നുള്ളത് അന്ന് നമ്മൾ കണ്ടതാണ്. ജീവൻ പോലും തിരിച്ചു കിട്ടുമോ എന്നുള്ള സംശയങ്ങൾ അന്ന് മാധ്യമങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. എന്താണ് ആക്രമണത്തിന് കാരണമായത് എന്നത് ഇന്നും പിടിക്കപ്പെട്ടിട്ടില്ല. അന്ന് ശ്രീകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ശ്രീകുട്ടിയെ ഓർത്തെടുക്കുമ്പോൾ അത്തരം ഒരു ഓർമ്മയും തന്നിലില്ല എന്നുള്ളതാണ് ശ്രീകുട്ടി പറയുന്നത്. അപകടം ഉണ്ടായ സമയം വരെയുള്ള കാര്യങ്ങൾ തനിക്ക് ഓർമ്മയില്ല എന്ന് ശ്രീകുട്ടി പറയുമ്പോൾ ഇനിയെങ്കിലും ജീവിക്കാൻ സാധിക്കണം എന്നുള്ളൊരു പ്രതീക്ഷ കൂടെ അവൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാസങ്ങളോളം നീണ്ട തീവ്ര പരിചരണത്തിനും ചികിത്സയ്ക്കും ശേഷം ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് ശ്രീകുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത ആയുർവേദ കോളേജിലേക്ക് എത്തിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം ഡിസംബർ 25-നാണ് ശ്രീകുട്ടിയെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തലച്ചോറിനേറ്റ ക്ഷതം കാരണം അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അന്ന് ശ്രീകുട്ടിയുടെ അവസ്ഥ. കൂടാതെ ഇടതു തോളിനും പരിക്കേറ്റ നിലയിലായിരുന്നു. ശ്വാസനത്തിനായി ട്രാക്കിയോസ്റ്റമിയും ഭക്ഷണത്തിനായി ട്യൂബും ഘടിപ്പിച്ചാണ് ശ്രീകുട്ടി അതിജീവിച്ചത്. ന്യൂറോ റീഹാബിലിറ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി ഓക്സിജൻ തെറാപ്പി, ശ്വസന വ്യായാമങ്ങൾ, ഭക്ഷണം, സ്വയം വിഴുങ്ങാനുള്ള പരിശീലനങ്ങൾ, ഓർമ്മശക്തിയും ചിന്താശേഷിയും ഉയർത്താനുള്ള ചികിത്സകൾ, ചലനശേഷി പടിപടിയായി വീണ്ടെടുക്കാനുള്ള പരിശീലനം എന്നിവ ഉൾപ്പെടെയുള്ള ചിട്ടയായ ചികിത്സാ രീതികളാണ് ഇപ്പോൾ ശ്രീകുട്ടിക്ക് നൽകി വരുന്നത്. പക്ഷേ ചിലവേറെയുണ്ട്. ENT, ഒഫ്താമോളജി, ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, എൻട്രോക്രൈനോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗങ്ങളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ശ്രീകുട്ടിയുടെ ജീവിതത്തേക്ക് തിരിച്ചുവരവിന് കാരണമെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. ഇനിയും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട്, ആരോഗ്യ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ശ്രീകുട്ടിക്ക് ഒരുപാട് ചികിത്സാ സഹായങ്ങൾ ആവശ്യമായി വരുന്നു. പക്ഷേ ഇതിനൊന്നും സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒരു വിലയായി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും വളരെ നിരാശയോടെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. വാഗ്ദാനങ്ങൾ വെറും വാഗ്ദാനങ്ങൾ മാത്രമായി മാറപ്പെടുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ശ്രീകുട്ടിയുടെ ഈ ഒരു സംഭവവും. എന്തായാലും ഇതൊക്കെ അധികൃതർക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഇനിയെങ്കിലും ഒരു സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ആ ഒരു കുടുംബം.